ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പുല്ലുവെട്ടി മെഷീനിൽ പല രീതിയിലുള്ള മെഷീനുണ്ട്. അതായത് 4 സ്റ്റോക്കും 2 സ്റ്റോക്കും. 4 സ്റ്റോക്ക് മെഷീനിൻ്റെ വീഡിയോ നമ്മൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും കുറേ സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. വർക്ക് ചെയ്തു, അവർ റിപ്പയർ ചെയ്തു, അതായത് മെഷീൻ അയച്ചിട്ട് റിപ്പയർ ചെയ്ത് ഫിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടാവുന്നില്ല. അപ്പം വാൽവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞതും അത് തന്നെ. പക്ഷേ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ കാണിച്ചു തരുന്നതിന് മുമ്പ് ഇതിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ്. ആ വർക്ക് ചെയ്യുന്നത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂരി എടുത്തിട്ട് നമ്മളിതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ആദ്യം. എന്നിട്ട് സ്റ്റാർട്ടാവോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ സാധാരണ ഗതിയിൽ റിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. ഏത് ഭാഗത്ത് അയച്ചാലും അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടില്ല. പക്ഷേ 4 സ്റ്റോക്ക് അയക്കുന്ന സമയത്ത് അലൈൻമെൻറ്റ് തെറ്റിയിട്ട് ഫിറ്റ് ചെയ്താൽ അത് സ്റ്റാർട്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം. 2 സ്റ്റോക്കിനെ സംബന്ധിച്ച് 4 സ്റ്റോക്ക് റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുപെട്ട കേസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒറ്റ പിരി ബാക്കിലേക്ക് ഇത് ടൈറ്റാക്കുന്ന, ഇത് ലൂസാക്കുന്ന, ഇങ്ങനെ ലൂസാക്കി ഇത്രേ ലൂസാക്കിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു ഒറ്റ ത്രെഡ് ടോപ്പിട്ട് സ്റ്റാർട്ടാക്കാൻ പാടുള്ളൂ. എങ്കിൽ ഓയിലെല്ലാം പുറത്തേക്ക് ബെൽറ്റിൽ കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ടൈറ്റാക്കിയിട്ട് തന്നെ എന്ത് ശരിയായാലും ശരിയായിട്ടില്ലെങ്കിലും ഒക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം തന്നെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. വർക്ക് ചെയ്തോ എന്നുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിലെല്ലാം പുറത്തേക്ക് വരും. കൂടുതൽ പ്രശ്നമാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് തിരിച്ചിട്ടുള്ളൂ. ആ തിരിച്ചത് തന്നെ എത്രത്തോളം ഇതിനെ ബാധിച്ചു എന്നുള്ള അറിയണം. എന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നല്ലപോലെ ടൈറ്റായി. അപ്പം ഈ മെഷീന് 2 അടി അടിക്കുമ്പോഴത്തേന് സ്റ്റാർട്ടാവുന്നതാണ്. ഇത് സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ കൂടുതൽ വലിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ അയച്ചിട്ട് ഒന്ന് റെഡിയാക്കാൻ പോവാണ്. സ്റ്റാർട്ടാവുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല. നമ്മൾ സാധാരണഗതിയിൽ വാൽവ് സെറ്റിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പോയിൻ്റ് കറക്റ്റ് കേജുള്ള ഒരു ഷീറ്റ്, ഒരു മെറ്റൽ ഷീറ്റ് പോലുള്ള ഒരു സംഭവം കിട്ടുക ചെയ്യുക. അതായത് ഈ ബ്ലേഡിൻ്റെ ഒക്കെ അത്ര വീതിയുള്ള ഒരു ഇത്തിരി കനുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ബ്ലേഡും ഒരു ഭാഗത്ത് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ടൂള് കയ്യിലില്ലാത്ത ആളുകൾ വിഷമിക്കരുത്. എങ്ങനെയൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഈ സീറ്റിങ് ചെയ്യുന്ന ഭാഗത്താണ് എല്ലാവരും പെട്ടു പോകുന്നത്. ആ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബിൽ ചെയ്ത ഒരാൾ തന്നെ പറഞ്ഞു തന്ന ഒരു ഐഡിയ കൂടിയാണിത്. ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്യുന്നതും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു സൂപ്പർ മെക്കാനിക്കും കൂടി പറഞ്ഞു തരുന്ന ഒരു അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്താണ് നിങ്ങൾക്ക് ഞാൻ സാധാരണഗതിയിൽ പറഞ്ഞു തരുന്നത്. കാരണം എൻ്റെ അഭിപ്രായം മാത്രമാകുമ്പം പിന്നെ ഏതെങ്കിലും രൂപത്തിൽ അത് മിസ്റ്റേക്ക് വന്നാലോ എന്ന് ഓർത്തിട്ട് കൂടിയാണ് ഞാൻ അഭിപ്രായം ചോദിക്കുന്നത്. ഏതാണ്ടൊക്കെ 2 സ്റ്റോക്ക് മെഷീനാണെങ്കിൽ ഇപ്പോൾ ആരോടും ചോദിക്കാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്. 4 സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് മെക്കാനിക്കൽ വർക്കുകൾ കൂടുതലുള്ളൊരു മെഷീൻ ആയതുകൊണ്ട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ചോദിച്ചിട്ടും പറഞ്ഞു തരാത്ത എല്ലാ മെക്കാനിക്കും പറഞ്ഞു തരണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പം പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള മെക്കാനിക്കിന് പറഞ്ഞു തരാൻ എന്തെങ്കിലും അലവസരം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നല്ല, മെക്കാനിക്കിനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ എന്തെങ്കിലും സൗകര്യക്കേടൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൂരം പോയിൻ്റൊക്കെ വരും ചോദിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 90% ക്ലിയർ ആവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് ശരിയായതും ഒരാൾ പറഞ്ഞു തന്ന ഐഡിയ ആണിത്. അപ്പം ചെയ്യേണ്ടത് രണ്ട് ബ്ലേഡ് എടുത്തിട്ട് ആ 2 ബ്ലേഡിൻ്റെ കനം, അതായത് നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗത്തുള്ള ഈ വാൽവിൽ ഇപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് തെറ്റിച്ച് വെച്ചതുകൊണ്ട് ഇത് വർക്കാവുന്നില്ല. പക്ഷേ ഇനി ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച ട്രിക്ക് ഇതായിരുന്നു. അതായത് കാർബറേറ്ററിൻ്റെ ഭാഗത്ത് 1 ബ്ലേഡും സൈലൻസറിൻ്റെ ഭാഗത്ത് 2 ബ്ലേഡും ഇട്ടിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ഇത് അലൈൻമെൻറ്റ് തെറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഭാഗമൊക്കെ അഴിച്ചതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവാത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ റീകോയിൽ സ്റ്റാർട്ടർ വലിച്ചു വെച്ചതിന് ശേഷം ഏത് ഭാഗത്താണോ നമ്മൾ ട്യൂൺ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്തുള്ളതിനെ ഒന്ന് വലിച്ചു പൊക്കിയതിന് ശേഷം, ഇതിപ്പോൾ ക്ലിയർ ആക്കി പൊക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അത് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ പക്ക ലൂസായിട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പക്ക ലൂസ്, അതായത് ഒരു 2 ബ്ലേഡൊക്കെ കയറുന്ന രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ടൈറ്റാക്കിയിട്ട് ഞാൻ കുറച്ചായിട്ട് ലൂസാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ലൂസില്ല, ഒരു ചെറിയ തോതിൽ ടൈറ്റായിട്ടുണ്ട്. അപ്പം ഒരു ബ്ലേഡിൻ്റെ കനം എന്ന് പറഞ്ഞത്, ഒരു ബ്ലേഡിൻ്റെ കനം പക്കായിട്ടുണ്ട്, ഒരിത്തിരി ടൈറ്റായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ടാക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ സ്റ്റാർട്ട് ആവുമോ ഇല്ലയെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ ഇത് പക്ക ലൂസായിരുന്നു, ഇപ്പം ഏതാണ്ട് ഒരു ഇതിൽ തട്ടി പോകുന്ന രൂപത്തിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവുക. ആ സമയത്ത് ഒരു രണ്ടാമത് ഒന്നും കൂടി വലിച്ചതിന് ശേഷം ഇതേപോലെ ആക്കി വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ബ്ലേഡ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇടുന്ന സമയത്ത് കുറച്ച് ലൂസായി കയറിയാലും അത് കാര്യമാക്കണ്ട, കാരണം ലൂസാക്കി വെച്ചത് കൊണ്ട് അങ്ങനെ കയറിപ്പോവും. കണ്ടോ, ഇത് പക്ക ലൂസായിട്ടാണ് ഇതിനുള്ളിലിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി നമ്മളിത് നിന്ന് ചെറുതായിട്ട്, ഞാൻ ഒറ്റ ത്രെഡ് ബാക്കിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ത്രെഡ് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഇത്രയൊന്നും ലൂസായി ആവാൻ പാടില്ല. ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം കഷ്ടിച്ച് ഞാൻ ഇത്ര തന്നെ ലൂസാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പം നേരത്തെ നമ്മൾ കാണിച്ചു തന്ന അത്രയും ലൂസായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. കണ്ടോ, ഇത്തിരി ടൈറ്റായിട്ടുണ്ട്. ഈ ടൈറ്റിൽ ഊരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടൈറ്റിങ്ങേ പാടുള്ളൂ. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച പോലെയുള്ള ടൈറ്റ് ഇപ്പം ഉണ്ടാവില്ല. അതിന് കാരണം ഒന്ന് ടൈറ്റ് ആക്കിയത് തന്നെയാണ്. ഇനി അതിനുള്ളിൽ നിന്ന് ഒന്ന് വലിച്ച് ഊരിയെടുക്കുമ്പം നീളമുള്ള ഭാഗം ഇങ്ങനെ വലിക്കാതെ കുറച്ച് ചെരിച്ചതിന് ശേഷം ഊരിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്തിരി ടൈറ്റ് ഉണ്ട്, ശരിയായി എന്ന് തന്നെയായിരിക്കും എൻ്റെ ഉദ്ദേശം. അപ്പം 2 ഭാഗം നമ്മളിപ്പം ബാക്കിലേക്ക് തിരിച്ചത് അതേപോലെ തന്നെ തിരിച്ചു. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഇട്ട് നോക്കിയത്. ഒരു പക്ഷേ മാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിക്കുക, പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചാൽ ഒരു പക്ഷേ ശരിയാവേണ്ടതാണ്. പക്ഷേ അതല്ലായിരുന്നു ഉദ്ദേശം. ഇത് വെച്ചിട്ട് റെഡിയാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ടോപ്പ് നിന്ന് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാവുമോ ഇല്ല എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എയർ പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. ആക്സിലേറ്റർ കൂട്ടി കൊടുക്കാനായിട്ട് ആക്സിലേറ്റർ അതിലില്ല, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലേഡിലുള്ള ട്രിക്ക് വളരെ സക്സസ് ആണ്, അടിപൊളിയാണ്. അപ്പം റിപ്പയർ ചെയ്യുന്ന ആളുകൾ അലൈൻമെൻറ്റ് തെറ്റിയത് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പക്ഷേ ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ് തെറ്റിച്ചിട്ടുള്ളായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലുള്ള സ്ക്രൂ തിരിക്കുന്നത്, അതായത് ആ നെറ്റ് തിരിക്കുന്നത് നമ്മൾ അയക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും അഴിയാൻ സാധ്യതയില്ല. പക്ഷേ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് അലൈൻമെൻറ്റ് തെറ്റുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ തിരിച്ച് കാണിച്ചതിലൊന്നും നമ്മൾ ഇത് അയച്ചെടുത്ത സമയത്തൊന്നും ചെയ്യാറില്ല. സാധാരണ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല. ഒരു പക്ഷേ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങൾ വന്നാൽ ചെയ്യേണ്ട ഒരു ഭാഗമാണത്.
അപ്പോൾ അതിന് ഈ ബ്ലേഡ് ട്രിക്ക് വളരെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.